അത് എൻ്റെ ബാല്യകാലത്തിലൊരു സ്വപ്നമായിരുന്നു. അത് മനസ്സിൽ വെച്ച് താലോലിച്ച് ആ താലോലിച്ച കിനാക്കൾ പൂവണിയുന്ന അവസരത്തിലേക്ക് വന്നു. ദൈവാനുഗ്രഹം കൊണ്ട് 7 വൻകരയിലും കൂടി ഏകദേശം 79 രാജ്യങ്ങൾ സന്ദർശിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. എസ്.കെ. പൊറ്റക്കാട്, അതുപോലെ തന്നെ CH മുഹമ്മദ് സാഹിബിൻ്റെയൊക്കെ യാത്രാവിവരങ്ങൾ വായിച്ചപ്പോൾ അന്ന് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ശരിക്കും യാത്ര പോകുക എന്നുള്ളത്. അത് മനസ്സിൽ വെച്ച് താലോലിച്ച് ആ താലോലിച്ച കിനാക്കൾ പൂവണിയുന്ന അവസരത്തിലേക്ക് വന്നു. 2010 റിട്ടയർഡ് ലൈഫ്, സാമ്പത്തിക സോഴ്സും വേണമല്ലോ, അതിനായിട്ട് പ്രത്യേക സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കി ആദ്യമായി ഞാൻ റിട്ടയർഡ് ലൈഫിന് ശേഷം യാത്ര പോയത് തന്നെ പലസ്തീൻ, ഇസ്രായേൽ, ജോർദാൻ, ഇറാഖ് എന്ന രാജ്യങ്ങളിലേക്കായിരുന്നു. ഇതിനു മുമ്പ് സൗദിയിൽ ഹജ്ജും ഉംറയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ആരാധനാ കേന്ദ്രമാണ് ബൈത്തുൽ മുഖദ്ദിസ്. അവിടുന്നാണ് തുടങ്ങുന്നത്. അതിനുശേഷം ഓരോ ഇടവേളകളിലും യാത്ര തുടർന്നുകൊണ്ടിരുന്നു. ഇതുവരെയായി ദൈവാനുഗ്രഹം കൊണ്ട് 7 വൻകരയിലും കൂടി ഏകദേശം 79 രാജ്യങ്ങൾ സന്ദർശിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. സാമ്പത്തികം, ആരോഗ്യം മാത്രം പോരാ, അത് മനസ്സ് വേണം, താല്പര്യം വേണം. അങ്ങനെ ഉള്ളവർക്ക് യാത്ര തുടരാൻ ധാരാളം ബുദ്ധിമുട്ടുകളുണ്ടാവും. ദീർഘദൂരം യാത്ര ചെയ്യണം. ഇപ്പം അന്റാർട്ടിക്കയിലൊക്കെ പോയപ്പോൾ തന്നെ ഏകദേശം 21 ദിവസമാണ്, 14 ദിവസം ഷിപ്പിലാണ്. ബ്രസീൽ, അർജൻറ്റീനയൊക്കെ പോകാൻ ഏകദേശം ദുബൈയിൽ നിന്ന് തന്നെ 19-20 മണിക്കൂർ നമ്മൾ ഫ്ലൈറ്റിലിരിക്കണം. അത് ഓർക്കുമ്പം തന്നെ ചിലപ്പോൾ നമുക്ക് ഇപ്പം പേടിയാവും. പക്ഷെ അന്ന് നമ്മൾക്കൊന്നും തോന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾക്ക് അതിൻ്റെ താല്പര്യമുണ്ട്, നമ്മൾക്ക് അതിൻ്റെ മനസ്സുണ്ട്, നമ്മൾക്ക് അവിടെ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണണം എന്നുള്ളൊരു താല്പര്യം. മനുഷ്യൻ നിർമ്മിതമായ അത്ഭുതങ്ങളുണ്ട്. പിരമിഡുകൾ, വൻമതിലുകൾ, പേത്ര, മാച്ചു പിച്ചു, ക്രിസ്തു റിഡീമർ എന്ന യേശുക്രിസ്തുവിൻ്റെ പ്രതിമ, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മൾക്ക് കാണാനും മനസ്സിലാക്കാനുണ്ട്. അതുപോലെ തന്നെ പ്രകൃതി രമണീയമായ പ്രകൃതിയുടെ അത്ഭുതങ്ങളുണ്ട്. ഇപ്പോൾ അറോറ, അതായത് ഭൂമിയുടെ വടക്കേ അറ്റത്തു നിന്ന് കാണുന്ന നോർത്തേൺ ലൈറ്റ്സ്, ലോകത്തിലെ തന്നെ വലിയ വലിയ വെള്ളച്ചാട്ടങ്ങൾ, ഏകദേശം 1.5-2 കിലോമീറ്റർ ദീർഘത്തിൽ പരന്നു കിടക്കുന്ന വിക്ടോറിയ വെള്ളച്ചാട്ടം, അതൊക്കെ ഒരു ശരിക്കും അത്ഭുതം തന്നെയാണ്. നമ്മളത് കാണുമ്പം തന്നെ അതിൻ്റെ ഭീകരത നമ്മൾക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ ഇഗാസോ വെള്ളച്ചാട്ടം, ബ്രസീലിൽ നിന്നും അർജൻറ്റീനയിൽ നിന്നും കാണുന്നത്. അതിലും കുറച്ച് ചെറുതാണ് നമ്മുടെ അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും കാണാൻ പറ്റുന്ന നയാഗ്ര വെള്ളച്ചാട്ടം. ഇതൊക്കെ തന്നെയാണ് മനുഷ്യൻ്റെ നിർമ്മിതിയിലും പ്രകൃതിയിലും ഉണ്ടാകുന്ന അത്ഭുതങ്ങളും ദൈവം തമ്പുരാൻ്റെ സൃഷ്ടിപ്പിലുള്ള അത്ഭുതങ്ങൾ. ഇതൊക്കെ കാണുക, പഠിക്കുക. അപ്പം നമ്മൾ കൂടുതൽ വിനയാന്വിതനാകും, കൂടുതൽ അറിവ് നേടാൻ പറ്റും. ഇതൊക്കെ തന്നെയാണ് യാത്ര കൊണ്ട് നമ്മൾക്ക് നേടാനും ഞാൻ ഉദ്ദേശിച്ചത്. ഓരോ രാജ്യത്തും ഡിഫറെൻറ്റ് കാര്യങ്ങളാണ്. ഗോത്രങ്ങൾ അറിയാമെന്നല്ലാതെ അവിടെ എത്തി അവരുമായി നമ്മൾ സംവദിച്ച് അവരെ നമ്മൾ സംസാരിച്ച് ഇടപെട്ടതിന് ശേഷമാണ് അവരുടെ ഭക്ഷണ രീതി എന്താണെന്ന് തന്നെ മനസ്സിലാകുന്നത്. മാംസം, പാല്, രക്തം, ഇത് 3 അവരെ ഭക്ഷണം.